സ്കൾ ഓഫ് ആലംബക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്റെ ഒരു പുസ്തകമുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്. അവിടെ എല്ലാവരും തടങ്കലിലായി. ആ സമരത്തെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി. തടവിലായ ആക്കപ്പെട്ട ആളുകളെ എല്ലാം ഒരു മൈതാനത്ത് കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലാൻ തുടങ്ങി. അപ്പോ ഹിന്ദുക്കളും മുസൽമാന്മാരും ഒരുമിച്ചാണ് സമരം നടത്തിയത്. അപ്പൊ അവരുടെ ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കും. ഹിന്ദുക്കൾ മരിച്ചാൽ ഹൈന്ദവാചാര പ്രകാരം സംസ്കരിക്കും, മുസ്ലിം മരിച്ചാൽ ഇസ്ലാമിക ആചാരപ്രകാരം സംസ്കരിക്കും. അപ്പോ ഈ ബ്രിട്ടീഷ് പട്ടാള തലവന് കലിയേറി. അങ്ങനെ വേണ്ട, അയാൾ എന്ത് ചെയ്തു? ഹിന്ദുവിനെയും മുസൽമാനെയും ഒരുമിച്ച് പീരങ്കിയുടെ അറ്റത്ത് കൊണ്ടുപോയി കെട്ടിവെച്ചു. എന്നിട്ട് പീരങ്കിക്ക് തീ കൊളുത്തി. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ശവശരീരങ്ങൾ കഷ്ണങ്ങളായി ആ മൈതാനത്ത് മുഴുവൻ ചിതറി. ഒരു നിമിഷം ബന്ധുക്കൾ സ്തംഭിച്ചു നിന്നു. ആരുടേതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനുശേഷം അവർ ആ മൈതാനത്ത് ചിതറി വീണ ഹിന്ദുവിന്റെയും മുസ്ലിങ്ങളുടെയും എല്ലാം ചിതറിച്ചതിച്ച ശരീരഭാഗങ്ങൾ പറകിക്കൂട്ടി അവർ ഒരുമിച്ച് പോയി ഹൈന്ദവാചാര പ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും സംസ്കാരം നടത്തി ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിന് മറുപടി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് നമ്മൾ.